ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പ്രൊമോഷൻ ലഭിച്ചു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട്. ആ സമയത്ത് എൻ്റെ അച്ഛന് കാലിൽ വലിയൊരു മുറിവ് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ അപ്പോൾ അച്ഛൻ അതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നരാടം പോയി അത് ദൂരെയുള്ള സ്ഥലത്ത് പോയി കെട്ടണമായിരുന്നു. വളരെ അധികം പൈസ ചിലവായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രൊമോഷൻ ലഭിച്ചതിന് ശേഷം അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അച്ഛൻ ഇതിലൊക്കെ ഭയങ്കര സന്തോഷിക്കുന്ന ആളാണ്. പക്ഷേ അച്ഛൻ അതിൽ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അച്ഛന് സംസാരിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അമ്മയും പറഞ്ഞു എന്തോ അച്ഛനെന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ ഈ കാല് മുറി കെട്ടാൻ പോകുന്ന സമയം തന്നെ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛന് തലയിൽ ഒരു മുഴയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ICUവിൽ 10 ദിവസം കിടക്കുകയുണ്ടായി. അപ്പോൾ ഈ തലയുടെ മുഴ എവിടെ നിന്നാണോ അവിടെ സ്റ്റാർട്ട് ചെയ്യില്ല, എവിടെ നിന്നോ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓങ്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അത് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ തൈറോയിഡ് ആദ്യം തന്നെ എടുത്ത് കളഞ്ഞു. പിന്നെ തൈറോയിഡിൻ്റെ റേഡിയോ തെറാപ്പിയും കഴിഞ്ഞു. പിന്നെ തലയിലെ മുഴ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞു തരുന്നത്. പക്ഷേ തലയിൽ മുഴ ഓപ്പറേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും തീരെ സുഖമില്ലാതായി, അമ്മയും കിടപ്പിലായി. അപ്പോൾ അച്ഛനും അമ്മയും ഒരു ആങ്ങളയും മാത്രമാണ് എനിക്കുള്ളത്. ആങ്ങളയ്ക്കും സുഖമില്ല, നടുവേദനയൊക്കെ ആയിട്ട് അവന് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കാൻ ഒന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ 3 ആൾക്കാരുള്ളത്. പിന്നെ ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ആകെ, പിന്നെ ഈ അച്ഛനാണ് ഉള്ളത്. അച്ഛനാണ് വീട്ടിലെ, ഈ വയ്യാത്ത അച്ഛനാണ് വീട്ടിലെ ജോലികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണ്. എനിക്കാണ് ഈ ജോലി പ്രൊമോഷനായി കിട്ടിയത് 80 കിലോമീറ്റർ അപ്പുറമുള്ള വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞാൻ അവിടെ താമസമാണ്. അപ്പോൾ ഇവരെ നോക്കാൻ എനിക്ക് ആഴ്ചയിലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ വന്ന് ഞാൻ ജോലി സ്ഥലത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഇനി ഭാവി ഒന്നും എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഒരു ചേച്ചി എനിക്ക് ഒരു പത്രം തന്നു. അപ്പോൾ അത് കൃപാസനം പത്രമായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം, ഞാൻ കൃപാസനം ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഞാനത് വായിച്ചു നോക്കി. നമ്മളെ മാനസികാവസ്ഥയും വളരെ വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളെപ്പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ പേര് ഇവിടെ വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും യാതൊരു നിവൃത്തിയില്ല, വേറെ ഡോക്ടർമാരുടെ ഒന്നും ആശ്രയമില്ല, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ എനിക്കും ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വരണമെന്ന് തോന്നി. ആ ചേച്ചിയോട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു, അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു. പക്ഷേ ഞാനൊരു ഹിന്ദു ആയത് കാരണം എന്നാൽ എനിക്കിപ്പോൾ ഈ ആലപ്പുഴയിലേക്ക് വളരെ ദൂരമുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് സമ്മതിക്കാതെ പറ്റില്ല. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു, സെർച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ ജൂലൈ 22-നാണ് ഈ ചേച്ചിയെ കണ്ടത്. അപ്പോൾ ഞാൻ വീട്ടിൽ രാത്രി എത്തിയപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി